ആർട്ടിക്കിൾ 352, 356, 360 ഇത് ഓർത്ത് വെക്കാൻ സിമ്പിൾ കഥ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യനെ ഒരു ഭാരതാക്കി കണക്കാക്കുക. പേര് ഭാരത്. ഓക്കെ, ഭാരതിന് ഒരു വലിയൊരു അസുഖം വരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകണം, എമർജൻസിയാണ്. ഓക്കെ, അങ്ങനെ ഭാരതിന് 3 അസുഖങ്ങളാണ്. ഒന്ന് ഫുള്ളായിട്ടുള്ള അസുഖം, ശരീരത്തിൽ മൊത്തം അസുഖം, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വന്ന് തല്ലി ചതച്ചത്. ഓക്കെ, ഔട്ട്സൈഡ് ആയിട്ടുള്ള എനിമി അല്ലെങ്കിൽ അതിന് വാറോ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നാഷണൽ എമർജൻസി വരുന്നത്. അതുപോലെ തന്നെ ഭാരതിന് എന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് തല്ലി ചമ്മന്തിയാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വരുമ്പോൾ ഒരു എമർജൻസി വരുന്നതാണ് നാഷണൽ എമർജൻസി അഥവാ ആർട്ടിക്കിൾ 352. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡൻസ് റൂൾ. ജസ്റ്റ് ഭാരതിൻ്റെ ഒരു ഭാഗം മാത്രം അസുഖം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കൈയുടെ ഒരു ഭാഗം മാത്രം. ഓക്കെ, അത് കൈയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന് അസുഖം വരുമ്പോൾ എന്ത് ചെയ്യും, ഉടനെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ബ്രെയിൻ റോൾ എടുക്കും അല്ലേ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രശ്നം വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, റോൾ എടുത്ത് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. അതാണ് ആർട്ടിക്കിൾ 356 അഥവാ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ എന്ന് പറയും. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. എന്താണ്, നമ്മുടെ ഭാരതിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ചികിത്സിക്കാൻ വേണ്ടി, മരുന്നൊന്നും മേടിക്കാൻ കാശില്ല. അപ്പോഴത്തേക്ക് വരുന്ന അസുഖങ്ങളാണ് പ്രശ്നമാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഭാഗ്യത്തിന് നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 3 ആർട്ടിക്കിൾസ് നിങ്ങൾ ഓർത്ത് വെക്കാനുള്ള ട്രിക്ക് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 352 കഴിഞ്ഞാൽ 4 ആഡ് ചെയ്താൽ 356 കിട്ടും. പിന്നെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 കിട്ടും. നമ്മുടെ കൈ, കാല് ഒക്കെ കൂടി കൂട്ടുമ്പോൾ 4 എണ്ണമാണ്. പിന്നെ നമ്മുടെ 2 ചെവിയും 2 കണ്ണും കൂടി കൂട്ടുമ്പോൾ 4 ആണ്. അങ്ങനെ 4 എന്നുള്ളത് ഓർത്ത് വെക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചു. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്.